നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിലെടുക്കുക. നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ പ്രൊഡക്ഷനാണ്. നമുക്കറിയാം, മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച സിനിമകളെല്ലാം അത്യാവശ്യം നല്ല സിനിമകളാണ്. അത്യാവശ്യം കൊമേഴ്സ്യലായിട്ടും കൊമേഴ്സ്യലിനെക്കാട്ടി കൂടുതൽ നല്ല സിനിമകളാണ്. ഇപ്പോൾ നൻപൽ നേരത്തുമയക്കമാണെങ്കിലും കാതലാണെങ്കിലും റോഷാക്കാണെങ്കിലും ഒക്കെ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമകളാണ്. ഒരു 7ാമത്തെ പ്രൊഡക്ഷൻ പടം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷയാണ്. ഇപ്പോൾ മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോൾ നമുക്കൊരു കൈയടി ആൾക്കാർ കൊടുക്കുന്നെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ചോയ്സാണ്. നല്ല പടങ്ങൾ ചോയ്സാണ്. പ്ലേ ഹൗസ് എന്ന് പറയുന്ന നേരത്തെ അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, പക്ഷേ അത് ഒരുപാട് മോശം ചിത്രങ്ങളും എല്ലാം അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് അദ്ദേഹം സെലക്ട് ചെയ്താണ് ചിത്രങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 7ാമത്തെ പ്രൊഡക്ഷൻ പടം, 7ാമത്തെ പടം എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് പ്രത്യേകത ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒന്ന്, അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു പുതുമുഖ സംവിധായകനാണ്. മമ്മൂട്ടി ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കുന്ന ഒരു നടനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പഴയത് മുതൽ ഒരുപാട് പേർ എന്നാൽ ഏറ്റവും പുത്തനായ പടത്തിനകത്ത് കുറുപ്പിൻ്റെ റൈറ്ററായിട്ടുള്ള ജിതിൻ ജോസിനാണ് ഈ പടം ഡയറക്റ്റ് ചെയ്യുന്നത്. അതായത് മമ്മൂട്ടിയുടെ പേരിടാത്ത ചിത്രമാണ്. മമ്മൂട്ടിയും വിനായകനും തുല്യ കഥാപാത്രമാണെങ്കിൽ പോലും മമ്മൂട്ടി പൂർണ്ണമായും നെഗറ്റീവ് റോളിലും അഭിനയിക്കുന്ന പോലീസ് കഥാപാത്രവും, എന്നാൽ വ്യത്യസ്തനായ മറ്റൊരു പോലീസ് കഥാപാത്രത്തെ വിനായകനും, അതായത് നായക സ്ഥാനത്ത് വിനായകൻ തന്നെയാണ്. ഇതിനകത്ത് നെഗറ്റീവ് ഷെയ്ഡ് മമ്മൂട്ടിയാണ്. അന്നേരം തന്നെ നമുക്കറിയാം ശരിക്കും അഭിനയ പ്രാധാന്യമുള്ളൊരു സിനിമയായിരിക്കും, അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമായിരിക്കും. ഇതൊക്കെ കൊണ്ട് ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഈ ചിത്രത്തിൻ്റെ ലുക്ക്, കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ലുക്ക് വന്നപ്പം ലുക്കും വളരെ വൈറലായി. കാരണം മമ്മൂട്ടി ഓരോ കഥാപാത്രത്തിന് വേണ്ടി പുള്ളിയുടെ സംഭാഷണ ശൈലിയും പുള്ളിയുടെ ലുക്കും മാറ്റുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പലതും. എല്ലാ സിനിമകളിലും അതിനനുസരിച്ചുള്ള ലുക്ക് വൈസ് ഒക്കെ മാറ്റങ്ങൾ ഭയങ്കരമാണ്. അങ്ങനെ മാറ്റുന്ന നടന്മാർ വളരെ അപൂർവമാണ് ഇന്ത്യയിൽ തന്നെ. അന്നേരം ഇതിൻ്റെ ലുക്ക് വൈസ് മാറ്റമുണ്ട്. എന്തായാലും നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം വിനായകനും ജയിലറിനൊക്കെ ശേഷം നല്ലൊരു ബ്രേക്ക് മലയാളത്തിൽ കിട്ടേണ്ട ഒരു സിനിമ കൂടിയാണ് ഈ സിനിമ. ഇതിന് ടൈറ്റിൽ ഇതുവരെയും ഇട്ടിട്ടില്ല. എന്തായാലും ഒരു നവംബർ ലാസ്റ്റോടുകൂടി പടം പാക്കപ്പ് ആവും. അടുത്ത വർഷം ഇതെന്തായാലും അടുത്ത വർഷം റിലീസായിരിക്കും. ചിലപ്പോൾ ഈ വർഷം സെൻസർ ചെയ്തേക്കാം, അടുത്ത വർഷം എന്തായാലും റിലീസ് ഉറപ്പാണ്. നവംബറിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഷൂട്ടിംഗ് ഉള്ളൂ. മമ്മൂട്ടിയുടെ എനിക്കൊന്ന് ഡേറ്റ് 20 ദിവസത്തിൽ താഴെയുള്ളൂ. മമ്മൂട്ടിക്ക് അഭിനയിക്കാനുള്ള ഡേറ്റ് 20 ദിവസത്തിൽ താഴെയുള്ളൂ. അതിന് അത്രയും കുറച്ച് ദിവസം മതി. ഇപ്പം പാലേരി മണിക്കിനകത്തൊക്കെ മമ്മൂട്ടി 11-12 ദിവസം മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ ആ സിനിമയിൽ മൊത്തത്തിൽ മമ്മൂട്ടിയുടെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും. അന്നേരം 17 ദിവസം 18 ദിവസം മതിയെങ്കിൽ പോലും അതിൻ്റെ അത്രയും സ്ക്രീൻ പ്രസൻസ് കാണിക്കുമായിരിക്കും. എന്തായാലും നല്ല നെഗറ്റീവ് ഷെയ്ഡുള്ള ഗംഭീര അഭിനയ പ്രാധാന്യമുള്ള മമ്മൂട്ടിയും വിനായകനും ഒക്കെ മത്സരിച്ച് അഭിനയിക്കുന്ന ഒരു നല്ല ചിത്രം, നല്ല പുതുമുഖ ഡയറക്ടറിൻ്റെ നല്ലൊരു ചിത്രത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ പ്രൊഡക്ഷൻ പടവും നല്ലതായിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.